ശർക്കര തല്ലി പൊട്ടിച്ച് വച്ചേക്കുന്നതാണ്. ഈ ശർക്കരയിൽ വന്ന ചെളി കളയണ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര പൊട്ടിച്ച് വച്ചേക്കുന്നത്. ഇത് ഞാൻ ഉരുക്കി കൊണ്ടുവരട്ടെ. ശർക്കര നന്നായിട്ട് ഉരുകി പാനി പാകം കഴിഞ്ഞു. ഈ പാനി പാകം കഴിയുമ്പോൾ നമ്മൾ ഈ ശർക്കരയിലേക്ക് ഒഴിക്കാൻ പോണത് പാലാണ്. ഈ പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അത് തിളച്ച് കഴിഞ്ഞു. അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഈ ചെളി എല്ലാം കൂടെ വന്ന് ഒന്നിച്ചങ്ങോട്ട് കൂടും. ഈ ശർക്കരയുടെ ചെളി എല്ലാം അടിഞ്ഞു കൂടും. ഒഴിച്ച് ഒന്ന് ഇളക്കാവുള്ളൂ, പിന്നെ ഇളക്കരുത്. ഇളക്കാതെ വരുമ്പോൾ ചെളി, ഇതാണ് ശർക്കരയിലെ ചെളി മുഴുവനും. ഇനി ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരിച്ചെടുത്താൽ മതി. അരിച്ചെടുത്തിട്ട് നമ്മുടെ ഏത് പാകമെന്ന് വെച്ചാൽ വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം, അല്ല അടപ്പത്ത് വെച്ച് പറ്റിക്കണമെങ്കിൽ നമുക്ക് പറ്റിക്കാം. അപ്പോൾ ആ ശർക്കരയിലുള്ള ചെളി മുഴുവനും നമുക്ക് തൂത്ത് കോരി കളയാതെ ഇങ്ങനെ കണ്ടോ. ഇപ്പം നല്ല പ്യുവർ ശർക്കര നമുക്ക് കിട്ടും. കണ്ടോ, ഈ മീതെ കിടക്കണ മുഴുവനും ചെളിയാണ്. ഇച്ചിരി തണുക്കണം. ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പ്യുവർ ശർക്കര ഇനി കിട്ടും. ഈ മീതെ കിടക്കണ ചെളി ആ ചെളി എല്ലാം നമുക്ക് ഇങ്ങോട്ട് കോരി കളയാം. ഇതാണ് ശരിക്കും ശർക്കര. ഇത് നമ്മൾ തണുത്തുപ്പം അരിച്ച ശർക്കര പനിയാണിത്. ആ തണുത്തുപ്പം നമ്മളത് അരിപ്പയിൽ ഇതാണ് അരിപ്പയിൽ അരിച്ചു. അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ വേസ്റ്റ് മുഴുവനും നമ്മൾ തിന്നുക. നമ്മുടെ ഉള്ളിൽ പോവുകയാണ് ഈ വേസ്റ്റ് മുഴുവനും. അരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ വേസ്റ്റാണിത്. ശർക്കരയിലെ വേസ്റ്റാണ്. ശർക്കര കാണുമ്പോൾ നല്ല വെളുവെളൂന്ന് വെളുത്ത നല്ല ശർക്കര. പക്ഷേ അരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വേസ്റ്റ് മുഴുവനും നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കണതാണ്. ആ അരിച്ചിട്ട് ഈ ശർക്കര ഉണ്ടോ, ഇതാണ് നല്ല ഒറിജിനൽ പ്യുവർ ശർക്കര. അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് നല്ല ശർക്കരയാണ്. കണ്ടോ, ഇങ്ങനെയാണ് പ്യുവർ ശർക്കര ഇരിക്കുന്നത്. ഈ അഴുക്കെല്ലാം നമ്മൾ ഇന്ന് തിന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ശർക്കരയുടെ ചെളി ഇതുമാതിരി ഒന്ന് കളയാൻ ശ്രമിച്ച് നോക്ക്. ശർക്കര പാനി മുറുകൽ കൂടുതലാണെങ്കിൽ നമ്മൾ ലേശം വെള്ളം ചേർത്താൽ മതി. അല്ല മുറുകൽ കുറഞ്ഞു പോയേക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നോടെ വെച്ച് തിളപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ചെളി മുഴുവനും ഒന്നും നമ്മൾ കഴിക്കണ്ടാലോ. ഇതെല്ലാം ചെന്നിട്ടാണ് നമ്മൾ ഓരോ രോഗങ്ങൾ